നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 5, 2026 ഞായർ. ആദ്യമായി തന്നെ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ആരംഭിച്ച് 5 ആഴ്ചകൾ പൂർത്തീകരിച്ച് 6ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. മാത്രമല്ല തുടർച്ചയായി അവസാന 6 ആഴ്ചകളിൽ ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കഴിഞ്ഞ ആഴ്ചയിലും 758 പോയിന്റുകളുടെ ട്രേഡിംഗ് റേഞ്ച് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടെങ്കിലും നേരിയതാണെങ്കിലും 106.5 പോയിന്റുകളുടെ അഥവാ 0.47% നഷ്ടത്തോടുകൂടി തന്നെയാണ് നിഫ്റ്റിക്കും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നത്. അതേസമയം സെൻസെക്സിന് 263.67 പോയിന്റുകളുടെ അഥവാ 0.35% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എന്നാൽ അതേസമയം പോസിറ്റീവായിട്ടുള്ളത് ഏപ്രിൽ 1 പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച് 2 ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്നും 165 പോയിന്റുകളുടെ അഥവാ 0.25% ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നു. ഇനി ഈ ആഴ്ചയിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ നാളെ ഏപ്രിൽ 6 രാത്രി 8 മണിയോട് കൂടിയിട്ടാണ് 10 ദിവസങ്ങളിലായിട്ട് US പ്രസിഡന്റ് ട്രംപ് ഇറാന് നൽകിയിരിക്കുന്ന ഡെഡ് ലൈൻ അവസാനിക്കുന്നത്. ആയതിനാൽ തന്നെ ഗ്ലോബൽ മാർക്കറ്റിന് എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനും നാളത്തെ ദിനം വളരെ ക്രൂഷ്യലുമാണ്. നിലവിലെ സാഹചര്യം അനുസരിച്ച് ട്രംപിന്റെ ഡിമാൻഡ് ഇറാൻ അംഗീകരിക്കാനുള്ള സാധ്യതകൾ വളരെ വിരളമായതിനാൽ തന്നെ നാളെ രാത്രി 8 മണിയോടുകൂടി ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഏതു തരത്തിലുള്ള പുതിയൊരു പ്രസ്താവനയും വന്നേക്കാം. ആയതിനാൽ തന്നെ നാളെ നമ്മൾ മാർക്കറ്റിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുമുണ്ട്. നിലവിൽ അവസാന 5 ആഴ്ചകളിലായിട്ട് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റിന്റെ ഗതിയെ സ്വാധീനിക്കുന്നതും ഈ ആഴ്ചയിലും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി സ്വാധീനിക്കുന്നതെങ്കിലും നാളെ ഡെഡ് ലൈൻ അവസാനിക്കുന്നതോടുകൂടി US പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് വരാനിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ തന്നെയായിരിക്കും ഗ്ലോബൽ മാർക്കറ്റിന്റെയും ഇന്ത്യൻ മാർക്കറ്റിന്റെയും ഗതിവിധികളെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഏറ്റവും പ്രധാനമായി സ്വാധീനിക്കുന്ന ഘടകം. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ശക്തമായ ഉയർച്ച തന്നെയാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രെന്റ് ക്രൂഡിന്റെ വിലയാണ് ഉയർന്നു നിന്നതെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടുകൂടി ക്രൂഡ് ഓയിലിന്റെ വില ബ്രെന്റ് ക്രൂഡിന്റെ വിലയെ മറികടക്കുകയും ചെയ്തു. ബ്രെന്റ് ക്രൂഡിന്റെ വില 7.78% ഉയർച്ചയോടുകൂടി $109.03 പെർ ബാരൽ എന്ന നിലയിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതേസമയം ക്രൂഡ് ഓയിലിന്റെ വില 11.41% വർധനവോടുകൂടി $111.54 പെർ ബാരൽ എന്ന നിലയിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. തൽഫലമായി ബ്രെന്റ് ക്രൂഡിന്റെ വിലയെ ക്രൂഡ് ഓയിലിന്റെ വില മറികടക്കുകയും ചെയ്തു. മാത്രമല്ല നാളെ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുള്ള അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നില്ലെങ്കിൽ അതൊരു പക്ഷേ വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അതിശക്തമായ ഉയർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങിയതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ മാസം ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ മാത്രം 56% വർധനവാണ് ഒരു മാസം കൊണ്ട് രേഖപ്പെടുത്തിയതും. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ദിനങ്ങളിൽ വീണ്ടും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ മുറുകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വില അതിശക്തമായ ഉയർച്ചയിലേക്ക് നയിച്ചേക്കാം. ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഉയർച്ച ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അത് ഇന്ത്യൻ മാർക്കറ്റിനെ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിനെ ആകമാനം സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. ഇന്ത്യൻ മാർക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മന്ത്ലി സെല്ലിംഗ് ആണ് മാർച്ച് മാസം, അതായത് കഴിഞ്ഞ മാസം ഇന്ത്യൻ മാർക്കറ്റിന് നേരിടേണ്ടി വന്നത്. 1.22 ലക്ഷം കോടി രൂപയ്ക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വിറ്റിറങ്ങുകയും ചെയ്തു. മാത്രമല്ല ഈ സാമ്പത്തിക വർഷം ആരംഭിച്ചപ്പോൾ ഏപ്രിൽ 1 മുതൽ തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ സെല്ലിംഗ് ശക്തമാക്കുന്ന കാഴ്ചകളാണ് കാണുവാൻ സാധിച്ചത്. 1 8,000-ലേറെ കോടി രൂപയ്ക്ക് മുകളിൽ സെല്ല് ചെയ്തിറങ്ങിയപ്പോൾ 2 10,000 കോടി രൂപയുടെ അടുത്ത് സെല്ല് ചെയ്തിറങ്ങുന്ന കാഴ്ചകളുമാണ് കാണുവാനായിട്ടും സാധിക്കുക. മാത്രമല്ല വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 5-8 മാസങ്ങളായിട്ട് തുടർച്ചയായിട്ട് സെല്ലിംഗ് തുടരുക തന്നെയാണ് ചെയ്യുന്നതും. ആയതിനാൽ തന്നെ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിലെ സ്റ്റോക്കുകളൊക്കെ ഫെയർ വാല്യുവേഷൻസിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. എസ്പെഷ്യലി വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ നേരിടേണ്ടി വന്ന ശക്തമായ ഇടിവിനെ തുടർന്നും. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഏഷ്യയിൽ ഡിഎസ്കലേഷനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരികയാണെങ്കിൽ അതൊരു പക്ഷേ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. അതല്ല വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമായി തുടരുകയാണെങ്കിൽ അതിനോടൊപ്പം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ രൂക്ഷമായ സെല്ലിംഗ് അതേപടി ഒരുപക്ഷെ തുടരുകയും ചെയ്തേക്കാം. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ തുടർച്ചയായി 4 ആഴ്ചകളിൽ ശക്തമായ ഇടിവാണ് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ നേരിടേണ്ടി വന്നതെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ RBIയുടെ ഭാഗത്ത് നിന്ന് വന്ന ശക്തമായ നടപടി, അതായത് ഇന്ത്യൻ രൂപയുടെ ഊഹക്കച്ചവടം നിർത്തിയതിനെ തുടർന്ന് ഏപ്രിൽ 2 വ്യാഴാഴ്ച ഇന്ത്യൻ രൂപ ശക്തമായ തിരിച്ചുവരവാണ് നടത്തുകയും ഉണ്ടായത്. തൽഫലമായി 12 വർഷങ്ങൾക്ക് ശേഷമുള്ള സിംഗിൾ ഡേ
ഡേയിലെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇന്ത്യൻ രൂപയ്ക്ക് കൈവരിക്കുവാനും സാധിച്ചത്. ഏകദേശം 1.8% നേട്ടത്തോടുകൂടി തന്നെ സിംഗിൾ ഡേയിൽ ഇന്ത്യൻ രൂപയ്ക്ക് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇതിനു മുൻപ് 2013 സെപ്റ്റംബറിലായിരുന്നു അവസാനമായി സിംഗിൾ ഡേയിലെ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ഇന്ത്യൻ രൂപയ്ക്ക് കാഴ്ചവെക്കുവാനുമായത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രൂപയുമായി ബന്ധപ്പെട്ടുള്ള തലവേദന മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് ഒരു പരിധിവരെ ഒഴിവാവുകയും ചെയ്തു. നിലവിൽ നിഫ്റ്റി 22,700 എന്ന ലെവലിലായിട്ട് സ്റ്റെബിലൈസ് ചെയ്യുന്ന കാഴ്ചകളാണ് കാണുവാൻ സാധിക്കുന്നത്. ആയതിനാൽ തന്നെ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം ഈ വരുന്ന ആഴ്ചയിൽ 22,800, 23,000 എന്നീ ലെവലുകളിൽ നിഫ്റ്റിക്ക് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഒരുപക്ഷെ നേരിട്ടേക്കാം. ഈ ലെവലുകൾ അതിശക്തമായി മറികടന്നുകൊണ്ട് മുന്നോട്ടൊരു പ്രയാണം കാഴ്ചവെക്കുവാൻ നിഫ്റ്റിക്ക് സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 23,200, 23,500 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം നിഫ്റ്റി ഡൗൺ സൈഡിലേക്ക് 22,300 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 22,000 എന്ന ലെവലിലേക്കും തുടർന്ന് ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയയായ 21,800 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. മാത്രമല്ല നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറിമറിയാമെന്നുള്ളതിനാൽ തന്നെ ഒരുപക്ഷെ മാർക്കറ്റിൽ ഒരു വൈൽഡ് മൂവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ കണ്ടിരുന്നു. കൂടാതെ ഇന്ത്യ വിക്സും 25 എന്ന ലെവലിന് മുകളിലായിട്ടാണ് നിലകൊള്ളുന്നതും. ഈ ആഴ്ച ഡൊമസ്റ്റിക്കലിയും ഗ്ലോബലിയും ഒത്തിരിയേറെ ഇവന്റുകളാൽ നിറഞ്ഞ ഒരാഴ്ചയിലേക്കാണ് നമ്മൾ കടക്കുന്നതും. ഏപ്രിൽ 6-ാം തീയതി ഇന്ത്യയിൽ നിന്നും മാർച്ച് മാസത്തെ HSBC കോമ്പോസിറ്റ് PMI, സർവീസ് PMI ഡാറ്റകളുടെ റിലീസ് ഉണ്ട്. കൂടാതെ ബുധനാഴ്ച RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരാനിരിക്കുന്നു. പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ നാളെ തിങ്കളാഴ്ച US നിന്നും മാർച്ച് മാസത്തെ ISM സർവീസ് PMI ഡേറ്റയുടെ റിലീസ് ഉണ്ട്. രാത്രി 8 മണിയോടുകൂടി വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളുടെ മുകളിലുള്ള പുതിയ തീരുമാനങ്ങൾ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരാനിരിക്കുന്നു. ചൊവ്വാഴ്ചയാണെങ്കിൽ US നിന്നും ഫെബ്രുവരി മാസത്തെ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സിന്റെ റിസൾട്ട് ഉണ്ട്. ബുധനാഴ്ച FOMC മിനിറ്റ്സിന്റെ റിലീസ് ഉണ്ട്. വ്യാഴാഴ്ചയിലേക്ക് വന്നു കഴിയുമ്പോൾ കോർ PCI പ്രൈസ് ഇൻഡെക്സിന്റെയും Q4 GDP ഗ്രോത്ത് റേറ്റിന്റെ റിലീസ് ഉണ്ട്. വെള്ളിയാഴ്ച മാർച്ച് മാസത്തെ കോർ ഇൻഫ്ലേഷൻ, കൺസ്യൂമർ സെന്റിമെന്റ്സ് ഡാറ്റകളുടെ റിലീസ് നടക്കാനിരിക്കുന്നു. ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട ഇവന്റുകൾ അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യാം. മാർക്കറ്റിന്റെ ഗതിവിധികളെ ഇവയുടെ റിസൾട്ട് ഇമ്പാക്ട് ചെയ്യുമെന്നുള്ളതിനാൽ തന്നെ ബോത്ത് ഡൊമസ്റ്റിക് ആയിട്ടുള്ളതും ഗ്ലോബൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഡാറ്റകളും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ക്യാപിറ്റൽ ട്രസ്റ്റ് കമ്പനി സ്വർണ്ണ വായ്പാ വിപണിയിലേക്ക് എൻ്റർ ആകുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ടാറ്റ സ്റ്റീൽ അധിക കൽക്കരി ഖനനത്തിന് 1,755 കോടി രൂപയുടെ ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു. സ്റ്റെർലിംഗ് ടൂൾസ് 2030 ആകുമ്പോഴേക്കും ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്നും കണക്റ്റഡ് മൊബിലിറ്റിയിൽ നിന്നുമായി 50% വരുമാനമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. SRM കോൺട്രാക്ട്സ് ലിമിറ്റഡ് നാസിക് റിംഗ് റോഡ് നിർമ്മാണത്തിന് 483 കോടി രൂപയുടെ കരാർ കമ്പനിക്ക് ലഭിച്ചു. ജയകുമാർ ഇൻഫ്രാ പ്രോജക്ട്സ് ലക്നൌവിലെ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിനുള്ള ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. പ്രസ്റ്റേജ് എസ്റ്റേറ്റ്സ് പ്രോജക്ട്സ് ഹൈദരാബാദിൽ 950 കോടി രൂപ മൊത്തം വികസന മൂല്യം വരുന്ന 5,120 യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്ന പുതിയൊരു പ്രോജക്ട് ഗോൾഡൻ ഗ്രോവ് എന്ന പേരിൽ കമ്പനി ആരംഭം കുറിച്ചു. ONGC ഇന്നലെ അതായത് ഏപ്രിൽ 4-ാം തീയതി ONGCയുടെ മുംബൈ ഹൈ പ്ലാറ്റ്ഫോമിൽ തീപിടുത്തം നടന്നു. 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എങ്കിലും പ്രവർത്തനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ശ്രീറാം പിസ്റ്റൺസ് ആൻഡ് റിംഗ്സ് ഫ്യൂജി O6 ഇൻകോർപ്പറേഷനുമായിട്ടുള്ള സാങ്കേതിക സഹകരണം 5 വർഷത്തേക്ക് കൂടി നീട്ടി. ആംബർ എന്റർപ്രൈസസ് ഇന്ത്യ ആംബർ റൈസോജെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ശേഷിക്കുന്ന 50% ഓഹരികൾ കമ്പനി ഏറ്റെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഏവർക്കും നല്ല ഒരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.